വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു അടിപൊളി സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്, ഒരു ബോഡി ക്രീം ആയിട്ട്, ഒരു ബോഡി ലോഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റനിങ് ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അത്ര നല്ല ബെനിഫിറ്റും അത്ര നല്ല റിസൾട്ട് ആണ് കേട്ടോ. നമുക്ക് ഏത് ഏജിലുള്ളവർക്കും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമ്മൾ 100% ഓർഗാനിക് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. 100% ഓർഗാനിക് ആണ്. നമ്മുടെ ഡൾ സ്കിന്ന്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, നമുക്കൊരു ഫുൾ ബോഡി ബ്രൈറ്റ് ആൻഡ് ഷൈൻ ആയിട്ട് ഇരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ക്രീമാണ്. അത് വൈറ്റനിങ് ബോഡി ക്രീമാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ഒറ്റ ഡിസ്ക്ലൈമറേ ഉള്ളൂ, നമ്മൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. കാരണം ഇതിനകത്ത് ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയാ ബ്രേക്ക് ഔട്ട്സ് വരും. നമുക്ക് പിമ്പിൾസ് വരാനായിട്ടും ചെറിയ ചെറിയ ബംസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും നമ്മൾ ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ട്, നമ്മുടെ പോർസ് ക്ലോഗ് ആവാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഈ ക്രീം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്ലൂട്ടാതയോൺ ക്രീമിന്റെ ഓൾറെഡി അതിന്റെ ആ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യുന്ന രീതി, അത് അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ ഓൾറെഡി എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കണം. ഞാൻ കാട്ടിൽ അത് കൊടുത്തേക്കാം. അത് നമ്മുടെ ഫേസിന് വളരെ സേഫ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ബോഡി ക്രീമാണ്, ഒരു ബോഡി ലോഷൻ ആണ്. നമുക്കത് മോർണിംഗും നൈറ്റും എപ്പോഴും അപ്ലൈ ചെയ്യാം. 2 നേരം അപ്ലൈ ചെയ്താലും വളരെ നല്ല റിസൾട്ട് ആണ് കേട്ടോ. 1 ഡേ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മളിത് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ട പക്ക ക്രീമാണ്. നമ്മൾ ഈ കൊമേഴ്ഷ്യലി വാങ്ങുന്ന ക്രീം ഇല്ലേ, അതേപോലത്തെ ക്രീമാണ്. അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുവാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയന്റ് മാത്രം മതി. നിങ്ങൾക്ക് ഇത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വൺസ് ഇത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യും. അത്ര നല്ല ക്രീമാണ് കേട്ടോ. ഇതിന്റെ റിസൾട്ടും അടിപൊളിയാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതെങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം. ഏത് ഏജ് ഗ്രൂപ്പിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്ന അറിയാലോ, തിങ്കൾ, ബുധൻ, വെള്ളിയാഴ്ചയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് കുറെ ഡീറ്റെയിൽസ് ഞാൻ ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ടാത്ത ക്രീമാണ്. നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് വെക്കാം. നമുക്ക് ഹോസ്റ്റലേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് ഉണ്ടാക്കുന്ന രീതി അതുപോലെ സ്റ്റെറൈൽ ആയിട്ടുള്ള രീതിയിൽ വെള്ളമയൊന്നും ഇല്ലാതെ ഉണ്ടാക്കണം. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം അങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്രിഡ്ജ് വെക്കാത്തതുകൊണ്ട് തന്നെ അത് നന്നായി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് പൂത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വളരെ കറക്റ്റ് ആയിട്ട് നമ്മളത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ക്രീം ഇരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാജിക്കൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് കുറെ നാളത്തെ ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു മീഡിയം സൈസിൽ ക്യാരറ്റ് മതി കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ മീഡിയം സൈസിൽ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആ മീഡിയം സൈസിൽ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കിനും, നന്നായിട്ട് കഴുകി നല്ല വൃത്തിക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കിനും എനിക്ക് ഏകദേശം ഇത്രയാണ് കിട്ടിയത്. ഇതിന് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. ഇതിനകത്ത് വെള്ളമയം പാടില്ല. കാരണം നമ്മുടെ ഈ ക്രീം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യേണ്ടതാണ്. ഫ്രിഡ്ജിൽ പോലും വെക്കാതെയാണ് നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറേ നാൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വെള്ളമയം പാടില്ല. ഒന്നെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തോരം അത് ഉണങ്ങി കിട്ടണമെന്നുള്ള ആ ഒരു ടെക്സ്ചർ ഏത് ലെവലിലാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഇതാണ് നമ്മുടെ ക്യാരറ്റിന്റെ മൈക്രോവേവ് ചെയ്തെടുത്തപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾക്ക് മൈക്രോവേവും ചെയ്യാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അതിന് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, തൊടുമ്പോൾ നല്ല കൈക്ക് നല്ല വൃത്തിയായിരിക്കണം കേട്ടോ. കണ്ടെങ്കിൽ ഒരു ശബ്ദം കേൾക്കും. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഇത്രയും ഒരു ഉണങ്ങി ഞരണ്ടിരിക്കുന്ന ലെവലിൽ വേണം നമ്മൾ അതിനെ മൈക്രോവേവോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പം മൈക്രോവേവ് ചെയ്യാനായിട്ട് എനിക്ക് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. ഞാൻ 5 മിനിറ്റ് കണ്ടിന്യൂസ് മൈക്രോവേവ് ചെയ്തില്ല. ഓരോ മിനിറ്റ് കഴിയുമോറും ഞാൻ എടുത്തു നോക്കും, ഇളക്കും, പിന്നെ എടുത്ത് വെക്കും. അങ്ങനെ 5 മിനിറ്റ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാരറ്റിന് ഒട്ടും വെള്ളമയം പാടില്ല, എടുക്കുന്ന പാത്രത്തിന് വെള്ളമയം പാടില്ല. കാരണം നമ്മളിത് ക്രീമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വൈറ്റനിങ് ക്രീം പ്രിപ്പയർ ചെയ്തത് കുറേ നാൾ ഇരിക്കണം, ഫ്രിഡ്ജിൽ പോലും വെക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ക്യാരറ്റ് കിട്ടണം കേട്ടോ. അപ്പം നമ്മൾ ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആ ക്യാരറ്റ് ഒരു വൃത്തിയുള്ള ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളമായി ഇല്ലാത്ത പാത്രമായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന അടുത്ത മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല,
നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നമുക്ക് വേണ്ട ഒരു അളവെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, ഈ ക്യാരറ്റ് മുങ്ങിക്കിടക്കുന്ന അളവിൽ വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ. തണുപ്പായതുകൊണ്ട് നന്നായിട്ട് ഉറഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു എണ്ണയാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ കാസ്റ്റർ ഓയിലും എള്ളെണ്ണയും കൂടെ ഞാൻ മിക്സ് ചെയ്തൊരു ബോട്ടിലാക്കിയേക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിലും എള്ളെണ്ണയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലും 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ഈ ഒരു സ്പൂണിന് 1 ടേബിൾ സ്പൂണോളം എള്ളെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു കണക്കെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ എണ്ണയിൽ മുങ്ങിക്കിടക്കണം, അതാണ് നമ്മുടെ അളവെന്ന് പറയുന്നത്. അപ്പം ഇപ്പം അത്യാവശ്യം കുറവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. ഞാൻ കറക്റ്റ് എത്ര സ്പൂണിൽ ആഡ് ചെയ്ത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നമുക്കറിയാം വില കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം എള്ളെണ്ണ, ഒലീവ് ഓയിൽ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലും ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു നമ്മുടെ ക്യാരറ്റിൻ്റെ ഈ ഒരു കൂട്ട് അത് മുങ്ങിക്കിടക്കണം നമ്മുടെ എണ്ണയ്ക്കകത്ത്. ആ ഒരു പരുവമാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ തന്നെയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ എള്ളെണ്ണ തന്നെയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അങ്ങനെ ഞാൻ നമ്മുടെ ഓയിലെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് വെളിച്ചെണ്ണ, അതുപോലെ എള്ളെണ്ണ, കാസ്റ്റർ ഓയിലാണ് കേട്ടോ. നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഞാനിവിടെ എടുത്തത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ എന്ന അളവിലെടുക്കുക. എന്നാണെങ്കിൽ നമ്മൾ വെച്ചേക്കുന്ന ക്യാരറ്റില്ലേ, ആ ക്യാരറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അടുത്തൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളിൻ്റെ പൊടി എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സ്പൂണിന് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഗോൾഡൻ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മിക്സിംഗ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പൊ ഗായ്സ്, നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു കൂട്ടില്ലേ, ഇത് ഞാൻ 24 മണിക്കൂർ ഓവർനൈറ്റെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ വെക്കാൻ നേരത്ത് നിങ്ങളൊരു ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടെങ്കിലും ഇതിനൊന്ന് മൂടി വെക്കണേ. അങ്ങനെ നമ്മൾ ഓവർനൈറ്റ് 24 മണിക്കൂറോളം ഞാൻ ഇതിനെ വെക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കളറും കൺസിസ്റ്റൻസിയും കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ക്രീം രൂപത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിനകത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ എണ്ണയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾഡൻ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒറ്റ നുള്ളു മതി നമ്മുടെ ഫുൾ സ്കിൻ ചേഞ്ച് ആവാനായിട്ട്. നിങ്ങൾക്ക് ഈ ഓയിൽ അതേപടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഇത് ക്രീം രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രീം ആവുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിലൊക്കെ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓയിൽ ആകുമ്പോൾ എല്ലാവർക്കും അത്ര സൂട്ട് ആവണമെന്നില്ല. പക്ഷേ ഈ ഓയിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബ്രേക്ക് ഔട്ട്സ് വരും. നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ സ്കിൻ ബാരിയറിൽ നശിച്ചു പോകാനും ബ്രേക്ക് ഔട്ട്സ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ബോഡിയിൽ എവിടെ അപ്ലൈ ചെയ്താൽ വളരെ നല്ല റിസൾട്ടാണ് ഈ ഗോൾഡൻ ഓയിൽ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓയിലായിട്ട് ചെയ്യാനുള്ളവർക്ക് ഓയിലായിട്ട് ചെയ്യാം, ക്രീം ആക്കാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ആക്കിയിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ എവിടെ അപ്ലൈ ചെയ്യാം. ക്രീം ആണെങ്കിൽ പോലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഇനി എങ്ങനെയാണ് ക്രീം ആക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഞാൻ അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഈ എണ്ണ മാത്രമായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള ക്യാരറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമ്മൾക്ക് നന്നായിട്ട് എണ്ണ അരിച്ചെടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാവേ. അപ്പം ഞാനിവിടെ നല്ല വൃത്തി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ അരിച്ച് വെച്ചതാണ് കേട്ടോ. നമ്മുടെ എണ്ണയില്ല, ഗോൾഡൻ ഓയിൽ അരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഞാൻ 4 ടേബിൾ സ്പൂൺ, അതായത് ഈ ഒരു സ്പൂണിന് 4 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ മട്ട് എടുക്കുന്നില്ല, കാരണം നമ്മൾ ടെർമറിക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ഇച്ചിരി മട്ട് വന്നിട്ടുണ്ട്. അത് എടുക്കാതെ 4 ടേബിൾ സ്പൂൺ ക്ലിയർ ആയിട്ടുള്ളത് ഞാൻ ഒരു വൃത്തിയുള്ള ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ഗോൾഡൻ ഓയിൽ 4 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എനിക്കിനി അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, നമ്മുടെ അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളർ ഫ്രീ ആയിട്ടുള്ള, ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് 2 വൈറ്റമിനുകളുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് കുറേ നാളത്തേക്കാണ് ഞാൻ ഈ ക്രീം ഇത്രയും മതി നമുക്ക് കുറേ നാളത്തേക്കുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ 2 വൈറ്റമിൻ ക്യാപ്സ്യൂൾ എടുത്ത്. അപ്പോൾ ഞാൻ 2 വൈറ്റമിൻ ക്യാപ്സ്യൂളും കൂടി ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചിടട്ടെ. അങ്ങനെ ഞാൻ 2 വൈറ്റമിൻ ക്യാപ്സ്യൂളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ എണ്ണയ്ക്ക് ഞാൻ എടുക്കുന്നത് 4 സ്പൂണിന് 4 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ് കേട്ടോ. അതും കൂടി ഞാൻ എടുക്കട്ടെ. 4 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ ഞാൻ എടുക്കുകയാണ് ടീസ്പൂണിന്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളത് മിക്സ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്താൽ ഇത് ക്രീം രൂപത്തിലേക്ക് മാറുള്ളൂ. കാരണം എണ്ണ അതുപോലെ നമ്മൾ അടിച്ച് വരണം. അപ്പോൾ അതിൻ്റെ ഇനി എത്ര അലോവേറ ജെല്ലാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. വളരെ കുറേ നേരം എടുത്തിട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തൊരു ക്രീം രൂപത്തിലേക്ക് ആക്കി മാറ്റാനായിട്ട്. കാരണം അത് ആ ഓയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എന്നിട്ട് കറക്റ്റ് അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഇപ്പം നല്ലൊരു ജെല്ലി പോലെയാണ്. ഇതിനെ ശരിക്കും നമ്മൾ പെർഫെക്റ്റ് ക്രീം രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ് ഗോൾഡൻ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ ഓയിലിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗോൾഡൻ ക്രീം 4 സ്പൂൺ ആ ഒരു ഓയിലിൽ 4 സ്പൂൺ അലോവേറ ജെല്ലും 2 വൈറ്റമിനും ഞാൻ നല്ലപോലെ 10 മിനിറ്റ്സോളം എടുത്ത് അടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ക്രീമി കൺസിസ്റ്റൻസിയാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നമുക്ക് കുട്ടികളെ വരെ ഇത് യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത അടിപൊളി ക്രീമാണ്. നമ്മൾ ബോഡിയിൽ എവിടെ തേച്ചാലും നല്ല വൈറ്റനിങ് ആണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ബോഡിയിലെ കളർ നല്ലതായിട്ട് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ കിട്ടുന്നൊരു ക്രീമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നിങ്ങളെ അപ്ലൈയും കൂടെ ചെയ്ത് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. നല്ല കറക്റ്റ് കൊമേഴ്ഷ്യലി നമ്മൾ വാങ്ങുന്ന ക്രീമിന്റെ അതേ ടെക്സ്ചറിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് നേരം നന്നായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിലേക്ക് വരത്തുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഞാനത് ബീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ലെവലിലേക്ക് എത്തിക്കിട്ടിയത്. അപ്പം ബീറ്റ് ചെയ്താൽ തന്നെ ഈ ലെവലിലേക്ക് വരും കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ അളവിൽ നമ്മളിത് ചേർക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് ക്രീം ആയി വരും. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും. നല്ല ക്രീമി ടെക്സ്ചറാണ്. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു ഗോൾഡൻ ക്രീം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തിനാണ് വെറുതെ കൊമേഴ്ഷ്യൽ ക്രീംസിന് വേണ്ടി വെറുതെ പൈസ കളയുന്നത്? അതും ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഉള്ള ക്രീംസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ക്യാൻസർ അങ്ങനത്തെ ഒന്നും വരില്ല. കാരണം ഹോം മെയ്ഡ് ആണ്, 100% ഓർഗാനിക് ആണ്. ഏത് ഏജ് ഗ്രൂപ്പിന് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒറ്റ ഡിസ്ക്ലൈമർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് ഫേസിൽ ഇടാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ പുറത്ത് വെച്ച് തന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്യാരറ്റിലാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ക്യാരറ്റിൽ ഒട്ടും വെള്ളമയം ഇല്ലാതെ നമ്മൾ വെക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഓയിലും പെട്ടെന്ന് നമ്മുടെ ക്രീം പെട്ടെന്ന് കേടാവില്ല കേട്ടോ. ആ ക്യാരറ്റിൽ വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മളത് ഓയിലിലും ബാധിക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ക്രീമിലും ബാധിക്കും. സോ ക്യാരറ്റ് നന്നായിട്ട് നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോവേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതേപോലെ അത് നന്നായിട്ട് ഉണങ്ങി ചുരുണ്ടു വരുന്ന ലെവലിൽ വേണം കേട്ടോ. ക്യാരറ്റ് ആണ് മെയിൻ ആയിട്ട്. നമ്മുടെ ആ ഒരു ക്യാരറ്റിന്റെ പരുവം മാറിപ്പോയാൽ തന്നെ നമ്മുടെ ക്രീം കംപ്ലീറ്റ്ലി കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതനുസരിച്ച് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി അതുപോലെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന കാണിക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ പുറത്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിനകത്തുനിന്ന് എടുക്കുമ്പോൾ നമ്മുടെ കൈ നല്ല വൃത്തിയുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വൃത്തിയുള്ള സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തെ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾ ഇതിന്റെ കൺസിസ്റ്റൻസി ഇതിനെ കാണിച്ചു തരാവേ. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. ഇതൊരു ഗോൾഡൻ ഒരു ഓയിലാണ്, ഗോൾഡൻ ക്രീമാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരും കേട്ടോ. വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ടും നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തത് ഓയിൽസ് ആണല്ലേ. അപ്പോൾ ഓയിൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് കണ്ടോ നല്ല സ്മൂത്ത്ലി ബ്ലെൻഡ് ആവും കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ ഈ ക്രീം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കേണ്ടത് അതെടുക്കാം, അല്ലെങ്കിൽ എല്ലാ ഓയിൽസും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ തന്നെയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. ആ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഈ ക്രീം മസ്റ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും 100% ഇതും എഫക്റ്റീവ് ആവും, ഇഷ്ടമാവുകയും ചെയ്യുന്ന എനിക്ക് ഉറപ്പുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.